വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം 78.21 ഏറ്റവും കൂടുതൽ പോളിംഗ് കോഴിക്കോട് ജില്ലയിലാണ്, 81.28%. പാലക്കാടും പോളിംഗ് ശതമാനം 80 കടന്നു. കുറഞ്ഞ പോളിംഗ് പത്തനംതിട്ടയിലാണ്. ജില്ലയിൽ 70.76% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പ് മുല്ലക്കൊടിയിൽ CPM പ്രവർത്തകന് കുത്തേറ്റു. അരിമ്പ്ര സ്വദേശി PP പ്രകാശനാണ് കുത്തേറ്റത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് ആരോപണം. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശിനെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. KV ബൈജു കൂടുതൽ വിവരം നൽകും. ബൈജു, പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ തന്നെ. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് CPM ഉന്നയിക്കുന്ന ആരോപണം? എൽദോ, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ മുല്ലക്കൊടി അരിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു പോളിംഗിന് ശേഷം ഒരു ആക്രമണം ഉണ്ടായത്. അതായത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ PP പ്രകാശിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇയാളിപ്പോൾ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ, അതായത് ഈ ഒരു അക്രമത്തിന് പിന്നിലെന്നാണ് CPM പറയുന്നത്. ഏതായാലും ഇയാൾ ഇപ്പോൾ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കറിയാം, തളിപ്പറമ്പ് വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു അനിഷ്ട സംഭവം ഉണ്ടായത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു അക്രമ സംഭവം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസമാണ്. അപ്പോഴും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇത് കണ്ടതാണ്. ഇത്തരത്തിൽ മലപ്പട്ടത്ത് TK ഗോവിന്ദൻ, അതായത് വിമത സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കൂകി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട പലതരത്തിലുള്ള അക്രമം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലുമാണ് ഉയർന്ന പോളിംഗ് ശതമാനം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഏറ്റവും പ്രധാനമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ധർമ്മടത്ത് രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാസർകോട്ടെ സമാനമാണ് സാഹചര്യം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ, അതായത് വൈകിട്ട് വരെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് എങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക് പ്രകാരം 80% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് മഞ്ചേശ്വരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബൈജു, ഈ കണ്ണൂരിലേക്ക് തന്നെ പോകട്ടെ. കണ്ണൂരിലെ പരിക്കേറ്റ പ്രകാശിന്റെ ആരോഗ്യനില എന്താണ്? അതിൽ ഒരു വ്യക്തത നൽകിയിട്ടുണ്ടോ ആശുപത്രിയിൽ നിന്ന്? എൽദോ, അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ PP പ്രകാശനുള്ളത്. അല്പസമയം മുമ്പ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവരുടെ ആശുപത്രിയിലെത്തി, ICUവിലെത്തി ഇദ്ദേഹത്തെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വയറിനാണ് ഇയാൾക്ക് കുത്തേറ്റത്. അതുകൊണ്ട് തന്നെ പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ നേരത്തെ ഉണ്ടായ ചില തർക്കങ്ങളാണോ ഇങ്ങനെ ഒരു അക്രമത്തിന് പിന്നിലെന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ഈ PP പ്രകാശൻ പോളിംഗ് ബൂത്തിനകത്ത് നിന്നും വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുന്ന സമയത്താണ് കത്തി ഉപയോഗിച്ച് ഈ വയറ്റിൽ കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയെന്ന് CPM പറയുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു സംഘർഷമൊന്നും ഈ മുല്ലക്കൊടി എന്ന് പറയുന്ന AP സ്കൂളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കുത്തേറ്റ PP പ്രകാശൻ. ഏതായാലും ഇയാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നതെന്നാണ് നമുക്കിപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. അവിടെ സംഘർഷമുണ്ടായ ഒരു CPM പ്രവർത്തകരാണ് കുത്തേറ്റത്. പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. കോഴിക്കോട് പയ്യാനക്കലിൽ LDF പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്ത സംഭവത്തെ തുടർന്ന് സംഘർഷ സാഹചര്യമാണ്. പന്തിയങ്കര പോലീസ് സ്റ്റേഷന് സമീപം തടിച്ചുകൂടി CPM പ്രവർത്തകർ. ശ്രീനിവാസിനെ വിട്ടയക്കണമെന്നാണ് അവരുടെ ആവശ്യം. ബൂത്തിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ശ്രീനിവാസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കിയിൽ കോൺഗ്രസ് നേതാവിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി. രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയ് ചാത്തനാട്ടിനാണ് മർദ്ദനമേറ്റത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലായിരുന്നു സംഭവം. തോട്ടം മേഖലയായ കജുനപ്പാറയിൽ വെച്ചായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ LDFന്റെ പ്രകടന പത്രിക കത്തിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായിട്ടാണ് മർദ്ദനമെന്നാണ് ആരോപണം.